ഇന്ന് ഞാൻ പറയുന്ന ഒരു ലൈവ് യഥാർത്ഥത്തിൽ US-ഉം ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ US-ഉം ഇന്ത്യയും തമ്മിലുള്ള കരാർ ഒപ്പിട്ടത്. അപ്പം അതിന് മോദി കുറെ എക്സ്പ്ലനേഷൻ തന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലോകസഭയിലും രാജ്യസഭയിലും വലിയ പ്രതിസന്ധികളും ചർച്ചകളും നടക്കാം. എന്തുകൊണ്ട് അത്തരത്തിലൊരു ഒപ്പിടിയിൽ പെട്ടെന്ന് നടന്നേന്നുള്ളത്. നമ്മുടെ US-ഉമായിട്ടുള്ള വ്യാപാര കരാർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ദോഷം ചെയ്യരുത്, മനസ്സിലാവുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് ദോഷം ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ഇന്ത്യയും അല്ലെങ്കിൽ US-ഉം തമ്മിലുള്ള വ്യാപാര കരാറിന്റെ അടിസ്ഥാനം, ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ അവതരിപ്പിക്കുന്നത്. കേരളത്തിന്റെ നമുക്കറിയാം, കേരളം ഒരു വർഷത്തിൽ എത്ര ലക്ഷം കോടി രൂപയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ കേരള ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1,13,000 കോടി രൂപയാണ്. എത്ര? അന്നേരം 1,13,000 കോടി രൂപ ബഡ്ജറ്റ് കേരളം അവതരിപ്പിക്കുന്നത്. അതേ സമയത്ത് ഇന്ത്യ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് 55 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ 55 ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ ബഡ്ജറ്റില് ഈ US കരാറ് കൊണ്ട് ഒപ്പിടാൻ പോകുന്ന എത്രയാണെന്നറിയാമോ? 45 ലക്ഷം കോടി രൂപ. എടാ ബൈജു, എന്തുകൊണ്ട് ശ്രീകുമാറെ? ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പം 45 ലക്ഷം കോടി രൂപ വ്യാപാര കരാർ ആര് തമ്മിൽ ഒപ്പിടുക? ഇന്ത്യയും US-ഉം തമ്മിൽ ഒപ്പിടുക. അപ്പൊ നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് എത്ര അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലായോ? എത്ര? 55 ലക്ഷം. കേരളത്തിൽ എത്ര? അത് 1,13,000 കോടി. അതിനകത്താണ് ഇപ്പൊ ബാലോപാൽ അവതരിപ്പിച്ചതിനകത്ത് കമ്മി ഉണ്ടെന്ന് പറഞ്ഞത്. ഇത്രയും കോടി രൂപയെ ഇതിനകത്ത് വരുന്നുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാരണം 83,000 കോടി രൂപയുടെ വരവേ ഉള്ളൂ. ചെലവ് 1,13,000 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡെഫിസിറ്റ് ഉണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം അങ്ങനെ. അപ്പൊ കേരളത്തെ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഇത്തരത്തിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും. നമ്മളൊരു കാര്യം ആലോചിച്ചോണം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഒരു ഡെവലപ്ഡ് കൺട്രി അല്ല. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്ഡ് കൺട്രിയാണ്. അവർ ചില കാര്യങ്ങൾ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ ആ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യും എന്നറിയാമോ? അവരുടെ പ്രോഡക്റ്റ്, അവർ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ തന്നെ അവർക്ക് എവിടെ വിറ്റഴിക്കണം? ലോക വിപണിയിൽ വിറ്റഴിക്കണം. അപ്പൊ അവർക്ക് വിറ്റഴിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു രാജ്യം ഏതാ? ഇന്ത്യ. സംശയമുണ്ടോ? ഇല്ല. അതുപോലെ ജനസംഖ്യ ഉള്ള രാജ്യം ഏതാ? യെസ്, വെരി ഗുഡ്. ഏതാ? ചൈന. ചൈനയിൽ എവിടെ വിറ്റഴിക്കാൻ ഒക്കത്തില്ല. കാരണം എന്താ? ചൈന ഓൾറെഡി അവരെന്താണ് അവര് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഡക്റ്റുകൾ, അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കും. അത് സെൽഫ് സഫിഷ്യൻസി ഉള്ളൊരു കൺട്രിയാണ്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയിലെ ഭരണ സംവിധാനം എങ്ങനെയാണ്? അവരുടെ രാജ്യത്ത് ആവശ്യമായ പ്രോഡക്റ്റ് അവരുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ AI ബേസ്ഡ് ആയിട്ടുള്ള വലിയ അഡ്വാൻസ്ഡാണ്. ഇന്നലെ തന്നെ നമ്മുടെ ഒരു ഫേസ്ബുക്കില് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സംസാരിക്കുന്നത്, അതോടൊപ്പം തന്നെ ഒരു ട്രെയിനറൂടെ ആയ ഒരാൾ സംസാരിക്കുന്നത് കേട്ടു. ആ സംസാരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഇനി 50 വർഷം എടുക്കും ചൈന ഇന്നുണ്ടാക്കിയ ഡെവലപ്മെന്റ് ഭാഗമാകാൻ. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന അവരുടെ GDP ഒക്കെ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ GDP യും ചൈനയുടെ GDP എന്ന് പറഞ്ഞാൽ 1980 സമയത്ത് 80-ലും 2000-ലും എന്ന് പറയുന്നത് ഇന്ത്യയും ഈക്വൽ ആയിരുന്നു. ബട്ട് ആഫ്റ്റർ 2010-ലാകുമ്പോഴാണ് ദേ അക്കോമഡേറ്റ് വാട്ട് AI മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലാവുന്നു? ഈ AI മാക്സിമം വേൾഡിൽ യൂട്ടിലൈസ് ചെയ്ത ഒരു കൺട്രിയാണ് ചൈന എന്ന് പറയുന്നത്. ചൈന എന്ത് ചെയ്യും? അവരുടെ കൃത്യമായ രീതിയിൽ അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അവരുടെ ഉൽപാദന പ്രവർത്തനങ്ങളിലും രാജ്യത്തിന്റെ ഡിഫൻസിലും അവരുടെ സമഗ്രമായ എല്ലാ സംവിധാനത്തിലും എന്തോതിനെ ഉപയോഗിച്ചു? AI ഉപയോഗിച്ചു. അങ്ങനെ രാജ്യത്ത് പെട്ടെന്ന് വളർന്ന ആ രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് പെട്ടെന്ന് വളരുകയായിരുന്നു. അപ്പൊ അവരെങ്ങനെയാണ് അവരുടെ ഫുഡ് സഫിഷ്യൻസി ഉണ്ടാക്കി? ഇത്രയും ജനങ്ങളുള്ളൊരു സ്ഥലമല്ലേ ചൈന. എങ്ങനെ ഫുഡ് സഫിഷ്യൻസി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ദേ കൺവേർട്ടഡ് ദെയർ ഡെസേർട്ട് ടു വാട്ട്? അവര് അഗ്രികൾച്ചർ ലാൻഡ് ആക്കി മാറ്റി. ഹൗ ഇറ്റ് ഈസ്? വിത്ത് ദ യൂസ് ഓഫ് AI. മനസ്സിലാവുന്നോ? അപ്പൊ ഡെസേർട്ട് മൊത്തം അവരെന്താക്കി മാറ്റി? കൃഷിഭൂമി അഗ്രികൾച്ചർ ആക്കി മാറ്റി. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എന്തുണ്ടായില്ല? AIയുടെ യഥാർത്ഥത്തിലുള്ള ഉപയോഗം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയ ഒരു രാജ്യമാണ് ആരെന്ന് പറയുന്നത്, ഇന്ത്യ. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നെന്നുള്ളതേ ഉള്ളൂ.
കാരണം നമ്മുടെ ഈ രാജ്യത്ത് അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള എന്തോ ഉണ്ട്. അയ്യോ കണ്ടോ, ഇന്ത്യയിൽ വലിയ തരത്തിലുള്ള എന്തോ ഉണ്ട്. ഈ പറയുന്ന AI ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ കൂടുതലാണ്, ഒരു ഉപഭോക്തര സംസ്ഥാനമാണ്, രാജ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ അമേരിക്കയും ബ്രിട്ടനും റഷ്യയും ഇസ്രായേലും തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നത്. ആരെ കൂടെ നിർത്താൻ? ഇന്ത്യയെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താ? ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ശേഷിയുള്ള അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ള ഇന്ത്യയിലെ ലോകത്തിലെ ഒരു രാജ്യമാണ് ആര്? ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയായിട്ട് ഒരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി എന്നാൽ വളരെ കുറവാണ്. മനസ്സിലാവുന്നു? ഇന്ത്യയിൽ ഇറക്കുമതി ഏറ്റവും കൂടുതലുള്ള രാജ്യം. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഡോളറിന്റെ വില ഇന്ത്യൻ രൂപയിൽ ശക്തിപ്പെടുന്നതിന് കാരണം എന്താ? ഇപ്പൊ ഡോളർ എന്ന് പറഞ്ഞാൽ 91 റുപ്പീസ് ആവുന്നതിന്റെ കാരണവും എന്താണെന്നാ പറഞ്ഞു? അവൈലബിലിറ്റി ഇവിടെ കൂടുമ്പോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറക്കുമതി കൂടി, അതോടൊപ്പം തന്നെ കയറ്റുമതി കുറഞ്ഞു. നമ്മുടെ കയറ്റുമതി കൂടണം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ പ്രോഡക്റ്റ് ഇറക്കുമതി നമ്മൾ ഇങ്ങനെ സാധനങ്ങളെ ഇറക്കുമതി ചെയ്യരുത്. ഇറക്കുമതി ചെയ്യുമ്പോൾ എന്തോ ചെയ്യും? ഈ ഡോളറിന്റെ ഒരു വാല്യൂ കൂടുന്നതിന് കാരണം ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിനും ഒക്കെ ഇതൊരു കാരണമായി മാറും. കാരണം എന്താ? നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു പോകും. മനസ്സിലാവുന്നോ? അപ്പൊ അവിടെ ഡോളർ ശക്തിപ്പെടുത്തും. യഥാർത്ഥത്തിൽ ഇപ്പൊ ഡോളർ വലിയ രീതിയിൽ ശക്തിപ്പെട്ടിരിക്കുക. ആ ഒരു സാഹചര്യത്തിന് കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ മേക്ക് ഇൻ ഇന്ത്യയിൽ നടന്നോ? ഇല്ല. ആഭ്യന്തര പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കണം. അതിനാണ് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ചലഞ്ച് ഏറ്റെടുത്തത്. ബട്ട് ഇറ്റ്സ് നോട്ട് വർക്ക്. എന്താ കാര്യം? അതിന് സക്സസ് ആക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നോ? അപ്പൊ മേക്ക് ഇൻ ഇന്ത്യ ശക്തിപ്പെടുമ്പോ അതാണ് മേക്ക് ഇൻ ചൈന, മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ? നമുക്ക് ഇഷ്ടം പോലെ പ്രോഡക്റ്റുകൾ അവിടുന്ന് വരും. അതിന് കാരണം എന്താ? അവിടുത്തെ ജനങ്ങൾ അവിടേക്ക് വേണ്ട പ്രോഡക്റ്റുകൾ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തോ വേണമെന്നാണ് ഞാൻ പറഞ്ഞു. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോലിയും കൂടെ ചെയ്യാൻ പറ്റണം. മനസ്സിലായി? സ്കിൽ കിട്ടി. അപ്പൊ അന്നേരം എന്തോ ചെയ്യും? സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. മനസ്സിലാവുന്നോ? നിങ്ങൾ അന്നേരം എന്തെങ്കിലും ഉണ്ടാക്കും, നിങ്ങൾ സെൽഫ് സഫീഷ്യൻസി ആവും. ചൈനയിലെ കുട്ടികളും അവരും ഇങ്ങനെ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർ ഇതുകൂടെ നേടിയെടുക്കുന്നു, ഐഡിയ കിട്ടുന്നു. അത്തരത്തിൽ ഒരു കൺട്രിയാണ് ചൈന. അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ, അമേരിക്കയുടെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള അഗ്രികൾച്ചർ അവരുടെ. മനസ്സിലാവുന്നു? അമേരിക്കയുടെ സെലക്റ്റീവ് ആയിട്ടുള്ള അഗ്രികൾച്ചർ. അപ്പൊ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കണം. അതോടൊപ്പം തന്നെ അവർ ലോകത്തിന്റെ സൂപ്പർ പവറായി നിൽക്കണം. അവർ സൂപ്പർ പവറായി നിൽക്കുമ്പോൾ അവരുടെ പ്രശ്നം പോലെയുള്ള കോമ്പറ്റീഷൻ അവർക്ക് ഉണ്ടാവരുത്, ചൈനയെ പോലെ കോമ്പറ്റീഷൻ ഉണ്ടാവരുത്. ചൈനയെ പക്ഷെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? ചൈന അവരുടെ രാജ്യത്തിൽ ഇന്റേണൽ ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിച്ചു. പക്ഷെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ പുറത്തു കൊടുത്തേ പറ്റൂ. റഷ്യയും അമേരിക്ക എന്ന് പറയുന്നത് നമുക്കറിയാം 1950 കാലഘട്ടം തൊട്ടേ ശീതസമരത്തിന്റെ ഒരു 2 തരത്തിൽ, യുദ്ധമില്ലെങ്കിലും രണ്ടുപേരും നമ്മൾ ആശയപരമായി ഡിഫറെന്റാണ്. അപ്പൊ അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് എന്ത് ചെയ്യണം? റഷ്യയിൽ എണ്ണ ഉണ്ട്, അതുപോലെ തന്നെ റഷ്യ ബലൂചിസ്ഥാനിൽ നിന്നൊക്കെ എണ്ണ ഇഷ്ടം പോലെ എടുക്കുന്നത് പോലെ അമേരിക്ക എന്ത് ചെയ്യുന്നു? വെനസ്വലയിൽ നിന്നാണ് എടുക്കുന്നത്. വെനസ്വലയുടെ പ്രസിഡന്റിനെയൊക്കെ തട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പം ഇന്ത്യയോട് പറയുന്നത് റഷ്യയിൽ നിന്ന് വാങ്ങരുത്. അപ്പം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തോ പറ്റും? തകർച്ച പറ്റും. കാരണം എന്താ? റഷ്യ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് നിന്ന് അവരെടുക്കുന്ന ഈ പറയുന്ന എണ്ണയും കാര്യങ്ങളും വേറൊരു രാജ്യത്ത് വിറ്റാലല്ലേ അവർക്ക് സമ്പത്ത് കിട്ടും. അവരുടെ കയറ്റുമതി കൂടണം. അവർക്ക് എന്നാലേ അവരുടെ രാജ്യത്തുള്ള. അന്നേരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് ഇവരെല്ലാവരും മത്സരിക്കുക ഈ വിപണിക്ക് വേണ്ടി. യഥാർത്ഥത്തിൽ എന്തിനാ ഇന്ത്യയോടുള്ള ഇവരുടെ സ്നേഹം എന്താ കൂടുതലും? ഇന്ത്യ എന്ന് പറഞ്ഞാൽ വേൾഡിൽ എന്തോ ചെയ്യുന്ന ആൾക്കാരാ? എല്ലാം വാങ്ങുന്ന ആൾക്കാരാ. മനസ്സിലാവുന്നോ? ഇവിടെ നമ്മൾ ബീഫ് നിരോധിക്കണമെന്ന് പറയുന്നെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ കയറ്റുമതി ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കയറ്റുമതിയാണ് എന്തെന്ന് പറയുന്നത്? ബീഫ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? ഇങ്ങനെയുള്ള കുറെ കോൺട്രഡിക്ഷൻ നമുക്കുണ്ട്. അപ്പം ഇപ്പൊ എന്താണ് US ഇന്ത്യ കരാർ എന്ന് ചോദിച്ചാൽ US-ന്റെ ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. ഇപ്പം റഷ്യയെ എന്തോ ചെയ്യുന്നു? വ്ളാഡിമിർ ലെവൻസ്കി ആയിട്ടൊക്കെ ഉള്ള, അതായത് ഉക്രൈനുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴും ഇവർക്ക് ഒരു പ്രശ്നമില്ലാതെ ഇന്ന് യുദ്ധം ചെയ്യാൻ പറ്റുന്നു. കാരണം അവരുടെ സാമ്പത്തിക ഭദ്രതയുണ്ട്. ആ ഭദ്രതയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അവിടുന്ന് സാധനം വാങ്ങുന്നതാണെന്നാണ് ഇവരുടെ വെപ്പ്. മനസ്സിലാവുന്നു? അതുകൊണ്ട് ഈ സാധനം ഇവരാരും വാങ്ങരുത്.
വാങ്ങാതിരിക്കാൻ ഇന്ത്യയെ എന്ത് ചെയ്യണം? അമേരിക്കയുടെ കൂടെ നിർത്തണം. അമേരിക്ക ഇന്ത്യക്കെതിരെയുള്ള വ്യാപാര കരാറിൽ 50% നികുതി വർദ്ധിപ്പിച്ചു. എത്ര വർദ്ധിപ്പിച്ചേ? 50% വർദ്ധിപ്പിക്കുക. 50% നികുതി വർദ്ധിപ്പിച്ചപ്പോൾ ഈ കരാർ എന്ത് ചെയ്തു? ആ കരാറ് പ്രകാരം ഇന്ത്യക്ക് എന്ത് ചെയ്ത്? ഇന്ത്യ ഇവിടുന്നുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ ഇറക്കാൻ പറ്റാതായി വരും. മനസ്സിലാവുന്നു? അപ്പം വ്യാപാര കരാറിൽ അമേരിക്കയ്ക്ക് അത് ഇന്ത്യക്ക് വലിയൊരു ക്ഷീണമായി. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ 50 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന സാധനത്തിന് അവിടെ 80 രൂപ ആയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വാങ്ങും. അന്നേരം അവിടെ ഒരു പ്രശ്നമായി. അതുകൊണ്ട് ആ വ്യാപാര കരാർ ഇന്ത്യക്ക് ദോഷം ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ അന്നേരം എന്തോ ചെയ്തു? പെട്രോളിന് വേണ്ടിയൊക്കെ ആരുടെ സഹായം നേടി? റഷ്യയുടെ സഹായം നേടി. അപ്പം തിരിച്ചടിച്ചു. പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു വൃത്തികെട്ടവൻ. അത് ഓക്കെ, അത് നമുക്ക് പിന്നെ മോനെ അറിയാം. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ജെഫ്രി എപ്സ്റ്റീന്റെ ഈ ഫയൽ വന്നപ്പം ആ ഫയലിനകത്ത് മോദിയുടെ പേര് 2017 ഇസ്രായേലുമായി ബന്ധപ്പെട്ട് കണ്ടു. അപ്പൊ അത് യഥാർത്ഥത്തിൽ ആ വിഷയത്തിന് അടിസ്ഥാനത്തിൽ ഒത്തിരി ദലൈലാമയുടെ പേര്, അതുപോലെ തന്നെ ട്രംപിന്റെ ഒക്കെ പേര് വളരെ വ്യക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ജെഫ്രി എപ്സ്റ്റീൻ മരിച്ചുപോയി. അയാൾ ഭയങ്കര ഈ പറ്റുന്ന പെൺകുട്ടികളെ, അതായത് ബലാത്സംഗം, അങ്ങനെ ഒരു ദ്വീപ് തന്നെ ഇതിനു വേണ്ടി ഉണ്ടാക്കി ലോകത്ത് ആൾക്കാരെ അട്രാക്ട് ചെയ്തിരുന്ന കോടീശ്വരനായ മനുഷ്യനാണ്. അവർ ഈ വേൾഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തികളാണ് അവര്. അങ്ങനെയുള്ള ഒരാളായിരുന്നു. മനസ്സിലാവുന്നു? അപ്പൊ അവിടെ അത്രയും മോശപ്പെട്ട ഒരാളുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇവർക്കുമൊക്കെ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അത് വലിയ ചർച്ചയ്ക്കും. ഈ ഒരു വിഷയം പുറത്തു വിട്ടപ്പോൾ ഇതിനകത്ത് മോദിയുടെ പേര് വന്നു. ഇതിനെ തുടർന്ന് ഇനിയും പേരുകൾ വരും എന്ന തോന്നലുകൊണ്ട് യവന്മാരെന്തോ ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായതാണ് ഇതെന്ന് ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പൊ വ്യാപാര കരാർ വന്നു. അപ്പൊ വ്യാപാര കരാറിൽ നമ്മുടെ ഇപ്പൊ കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇപ്പം പറഞ്ഞ സോയാബീൻ്റെ എണ്ണ, ഇങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യും? നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ ഈ ഇറക്കുന്ന സാധനങ്ങളുടെ എല്ലാം തീരുവ അങ്ങ് കുറച്ചു കൊടുത്ത് ടാക്സ് അങ്ങ് കുറയ്ക്കുക. ടാക്സ് കുറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വിലയില്ല, സാധനത്തിന്റെ വില കുറയത്തില്ലയോ? ടാക്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ അന്നേരം സോയാബീൻ്റെ എണ്ണയ്ക്ക് ഇവിടെ 1 ലിറ്ററിന് 300 രൂപയാന്ന് വെച്ചോ, അല്ലെ 500 രൂപയെന്ന് വെച്ചോ. പക്ഷെ അവിടെ നിന്ന് ടാക്സ് ഇല്ലാതെ വരുമ്പോൾ 400 രൂപയ്ക്ക് ക്വാളിറ്റി ഉള്ള അമേരിക്കൻ പ്രോഡക്റ്റ് കിട്ടും. ആൾക്കാർ ആരാ മേടിക്കുന്നത്? അമേരിക്കയുടെ പ്രോഡക്റ്റ് മേടിക്കും. അന്നേരം നമ്മുടെ കർഷകരെ ഇവിടുത്തെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നവരെ ബാധിക്കത്തില്ലേ? അങ്ങനെ ഇന്ത്യയിലെ കാർഷിക മേഖലയിലുള്ള കുറേ സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് പ്രകടിപ്പിച്ചിട്ടില്ല. കുറേ സാധനങ്ങളെ എന്തോ ചെയ്തു? ഇപ്പൊ അമേരിക്കയുടെ ഇതുകൊണ്ട് കുറേ സാധനങ്ങൾ നമുക്ക് വില കുറച്ച് ഇന്ത്യയിലേക്ക് ഇറക്കും. മനസ്സിലാവുന്നോ? ഇന്ത്യയിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യയിലെ കർഷകർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായി വരത്തില്ലേ? അതുപോലെ തന്നെ എണ്ണ ബലൂചിസ്ഥാനിൽ നിന്നൊക്കെ റഷ്യ എടുത്ത് പിടിച്ചു വെച്ചേക്കും. അവരുടെ എണ്ണ നമുക്ക് വേണ്ട, അമേരിക്കയുടെ എണ്ണ മേടിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു സാമ്പത്തിക ബാധ്യത വരത്തില്ലേ? അപ്പൊ നമ്മുടെ രാജ്യത്തെ ആര് കൺട്രോൾ ചെയ്യുന്നു? US കൺട്രോൾ ചെയ്യുന്നു എന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ആര് പറയുന്നത്? നമ്മുടെ പാർട്ടി കോൺഗ്രസ് പറയുന്നതും അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളും അതിനെതിരെ ശക്തമായി വന്നിട്ടുള്ളത്. കാരണം മനസ്സിലാകുന്നു? അപ്പം മോദി യഥാർത്ഥത്തിൽ ഫേക്ക് ആണെന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരു വ്യാപാര കരാറ് അമേരിക്കയുമായി ഇത്രയും പെട്ടെന്ന് ഒരു സാധ്യതയില്ലാത്ത രീതിയിൽ അമേരിക്ക എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ സാധനങ്ങൾക്ക് അവിടെ വില കുറച്ച് കൊടുക്കുന്നു. അപ്പൊ ഇവിടുത്തെ സാധനങ്ങൾ ആരവിടെ മേടിക്കും? അമേരിക്കക്കാരും മേടിക്കും. പക്ഷെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് യവന്മാരെന്ത് ചെയ്യത്തില്ല? വില കുറച്ച് കൊടുക്കത്തില്ല. അപ്പൊ അവന്മാരുടെ പ്രോഡക്റ്റ് ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് തുകല് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ, ചെരുപ്പ് ഉൽപ്പന്നങ്ങൾ, ഇതിന്റെയൊക്കെ കുറച്ച് കൊടുക്കും. അപ്പൊ അത് അവരവിടെ ഉപയോഗിക്കും. പക്ഷെ അത് അവിടെ അവര് എന്ത് ചെയ്യുന്നുണ്ടാവില്ല? അവർ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഇവരിവിടെ തരുന്ന സാധനം എല്ലാം നമ്മുടെ നാട്ടുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടം വരുമോ? ഉറപ്പായും നമുക്ക് നഷ്ടം വരും. അപ്പൊ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റിനെ തന്നെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ്. അപ്പോൾ പ്രതിപക്ഷങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ആ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ് അവര് എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. ഒരു ഐഡിയ കിട്ടിയോ? പപ്പേ, പക്ഷെ ഇപ്പൊ റഷ്യയുടെ ഒരു ഓയിലിന്റെ ഇതാണെങ്കിൽ 27% ആയി. ഇപ്പൊ വന്ന രീതിയിലൊരു കുറവൊക്കെ വന്നു എന്ന് പറഞ്ഞു. ഇന്ത്യൻ വിപണിയിലേക്ക് വരുമ്പോൾ അവര് വില കുറച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വിപണി പിടിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ പറയുന്നത് എന്താണ്? എവിടുത്തെ മേടിച്ചാൽ മതി. അതും ആലോചിച്ചോണം. ഇപ്പൊ മോളോട് വേറൊരാൾ പറയുക, പപ്പ പറയുന്ന കേൾക്കണ്ട, വേറൊരാൾ പറഞ്ഞാൽ കേട്ടാൽ മതി എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നോ? ഇതേപോലെയാണ് അമേരിക്ക എന്ത് ചെയ്യുന്നത്? അമേരിക്ക ഇന്ത്യയുടെ മേൽ സ്വാധീനം ചെലുത്തിയേക്കുന്നത്. മനസ്സിലാവും? ഇതാണ് ഇപ്പോഴത്തെ വ്യാപാര കരാറുമായിട്ട് ഒപ്പിട്ടേക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ശരിയാണോ? അല്ലല്ലോ.
അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ആഭ്യന്തര ബഡ്ജറ്റ് എത്രയാണ്, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, റഷ്യയായിട്ടുള്ള കരാർ എങ്ങനെയാണ്, അമേരിക്ക ഇപ്പൊ കൊണ്ടുവന്ന കരാർ എങ്ങനെയാണ്, ഇവിടെ ടാക്സ് കൊടുത്താൽ എന്തൊക്കെ ഇതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയോ? ഇതെല്ലാം പട്ടാളത്തിൽ കയറുന്ന കുട്ടികളാണ്, മനസ്സിലായോ? ഈ ട്രെയിനിങ് ചെയ്യുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മേജർ രവീസ് അക്കാഡമി കേട്ടോ, അവരെല്ലാരും പട്ടാളത്തിൽ കയറാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ രാവിലെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടോ? നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ? ക്രിക്കറ്റ് കളിക്കുന്നവരെ കണ്ടോ? അപ്പൊ ആൾക്കാരൊക്കെ എഴുന്നേക്കുന്നുണ്ടോ രാവിലെ? അപ്പൊ വേറെ എന്തെങ്കിലും ഈ കാര്യത്തിൽ സംശയം ഇല്ല എന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. അപ്പം നമുക്ക് എന്നാലും ഈ ലൈവ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.